ഈ പെണ്ണ് ക്ലാസ്സിൽ ക്യാമറ വെച്ചിരിക്കുന്നത് നോട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ എക്സാമിന് വേണ്ടിയാവും അങ്ങനെ വെച്ചതെന്ന് അവൾ വിചാരിക്കുന്നു. പക്ഷെ അവളുടെ അടുത്തിരുന്ന പെണ്ണ് 2 ദിവസത്തിന് മുൻപ് ഇവളുടെ പാരന്റ്സ് സ്കൂളിലേക്ക് വന്നെന്നും ഇവളെ എപ്പോഴും നിരീക്ഷിക്കുന്നതിനായി സ്കൂളിൽ നിന്ന് പെർമിഷൻ വാങ്ങി ക്യാമറ വെച്ചെന്നും പറയുന്നു. തന്റെ പാരന്റ്സ് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആലോചിച്ച് അവൾ ഡിസ്റ്റർബ് ആവുന്നു. അടുത്ത ദിവസം ക്ലാസ് ടീച്ചർ വന്ന് അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ ചോദിക്കുന്നു. പക്ഷെ അവൾ തന്റെ കയ്യിൽ ഫോണൊന്നുമില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്ലാസ് ടീച്ചർ ഇവിടെ നടക്കുന്നതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് കള്ളം പറയാതെ തരാൻ പറയുന്നു. ഇവൾ വേറെ വഴിയില്ലാതെ ഫോൺ കൊടുക്കുന്നു. ഇങ്ങനെ ഇവളെ ആരെങ്കിലും ഒക്കെ നിരീക്ഷിക്കുന്നത് കൊണ്ട് അവൾ വളരെയധികം ഡിസ്റ്റർബായി ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കൊണ്ടിരുന്നവൾ 3rd റാങ്കിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴും പാരന്റ്സ് അവൾ നന്നായി പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് രാത്രിയാണെന്ന് പോലും നോക്കാതെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു. അവൾ ഇരുട്ടായതുകൊണ്ട് പേടിച്ച് അവരോട് കെഞ്ചുന്നു. പക്ഷെ 2 മണിക്കൂർ കഴിഞ്ഞാണ് അവർ ഡോർ ഓപ്പൺ ചെയ്തത്. ഇവർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് വീണ്ടും മാർക്ക് കുറയുന്നതല്ലാതെ കൂടുന്നില്ല. അപ്പോഴും തെറ്റ് സ്വന്തം ഭാഗത്താണെന്ന് മനസ്സിലാക്കാതെ മാർക്ക് ഷീറ്റ് കണ്ട് ദേഷ്യം വന്ന അച്ഛൻ മറ്റു കുട്ടികൾക്ക് മുന്നിൽ വെച്ച് സ്റ്റേജിൽ നിൽക്കുകയായിരുന്ന മകളെ അടിക്കുന്നു. എന്നിട്ട് വൈകിട്ട് വീട്ടിലേക്ക് വാ, നിന്നെ കാണിച്ചു തരാമെന്ന് പറയുന്നു. നാണക്കേട് തോന്നിയവൾ വൈകിട്ട് വീട്ടിലേക്ക് പോകാൻ പേടിച്ച് എവിടേക്കോ ഓടിപ്പോകുന്നു. എല്ലായിടത്തും അവളെ അന്വേഷിക്കുന്നു. അപ്പോൾ അവളുടെ ക്ലോസ് ഫ്രണ്ട്സ് അവളോട് സ്നേഹം കാണിക്കുന്ന ഒരു അധ്യാപകന് മാത്രം അവൾ എവിടെയുണ്ടെന്ന് മെസ്സേജ് അയക്കുന്നു. അദ്ദേഹം ടെൻഷനോടെ അവിടേക്ക് ഓടി വരുന്നു. നോക്കുമ്പോൾ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അവളുടെ പാരന്റ്സും അവിടേക്ക് വരുന്നു. അവിടെ ഇവരെ കണ്ടവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനായി വെള്ളത്തിൽ ചാടുമെന്ന് പറയുന്നു. അധ്യാപകൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴും അവളുടെ അമ്മ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് പറയുന്നു. അതിനുള്ളിൽ അവൾ സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീഴുന്നു. ഉടനെ അധ്യാപകൻ വെള്ളത്തിലേക്ക് ചാടി അവളെ രക്ഷിക്കുന്നു. അപ്പോഴും അവളോട് അലിവ് തോന്നാതെ അമ്മ അവളെ അടിച്ച് പഠിക്കാൻ കഴിയില്ലെങ്കിലും നിനക്ക് ഇത്രയ്ക്കും അഹങ്കാരമാണോ എന്ന് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കണ്ട അധ്യാപകൻ അവളെ സ്കൂൾ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിച്ച് കാണിക്കാമെന്ന് പാരന്റ്സിന് വാക്ക് കൊടുക്കുന്നു. അവസാനം അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ അവൾ നന്നായി പഠിച്ച് വീണ്ടും ഫസ്റ്റ് റാങ്ക് നേടുന്നു. അതിനുശേഷമാണ് മക്കളെ അടിച്ചു പഠിപ്പിക്കാൻ കഴിയില്ല, സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ എന്നിവർ മനസ്സിലാക്കുന്നത്.